ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിലൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഐസ്ക്രീം സ്റ്റിക്കാണ്. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ നമ്മൾ വലിച്ചെറിയുമായിരിക്കും ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യണ്ട. ഇതുകൊണ്ടൊരു കിടിലൊരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. 2 ബൈൻഡർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്കും അതേപോലെ ബൈൻഡർ ക്ലിപ്പൊക്കെ ഏത് വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് സൂപ്പർ ഗ്ലൂ ആണ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ ബൈൻഡർ ക്ലിപ്പ് അതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈൻഡർ ക്ലിപ്പിൻ്റെ ഒരു സൈഡിലോട്ട് ആ ഐസ്ക്രീം സ്റ്റിക്ക് അവിടെ ഒട്ടിയിരിക്കും. അതൊന്ന് ഒട്ടാനുള്ള സമയം വേണം. അതുകൊണ്ടൊരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത ആ 2 ബൈൻഡറിൻ്റെയും ഒരു സൈഡിൽ നമ്മൾ ആ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ 5 മിനിറ്റ് മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞ് മറ്റേ സൈഡിൽ നമുക്ക് ഇതേപോലെ ഒട്ടിക്കണം. അതുകൊണ്ട് ആ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ സൂപ്പർ ഗ്ലൂ തൂക്കുന്നു. എന്നിട്ട് ആ ബൈൻഡർ ക്ലിപ്പിൻ്റെ മറ്റേ സൈഡിലോട്ട് ഇത് ഗ്ലൂ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ഗ്ലൂ നമ്മൾ ആ സ്റ്റിക്കേൽ തൂത്ത് കൊടുക്കുന്ന സമയത്ത് കഴിവതും ചരിച്ച് പിടിക്കുന്നത് ഒഴിവാക്കണം. ആ സൂപ്പർ ഗ്ലൂ താഴോട്ട് ഒലിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബൈൻഡർ ക്ലിപ്പിൻ്റെ മറ്റേ സൈഡിലും നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കേൽ സൂപ്പർ ഗ്ലൂ തൂത്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് അത് ആ മറ്റേ സൈഡിലും നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അത് സെറ്റായി കിട്ടാനായിട്ട്. സൂപ്പർ ഗ്ലൂ നമ്മൾ തേച്ച് 5 മിനിറ്റ് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിക്കിൻ്റെ ഇടയിൽ ഒരു പേപ്പർ ഞാനിവിടെ കാണിക്കുന്ന പോലെ വെക്കാവുന്നതാണ്. കാരണം അത് നമ്മളത് ഒട്ടിക്കുന്ന സമയത്ത് അഥവാ ഇനി അത് ഒലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കേൽ വന്ന് ഗ്ലൂ ഒട്ടിയിട്ടുണ്ടെങ്കിൽ ആ 2 സ്റ്റിക്ക് കൂടെ ഒരുമിച്ചായി പോകും. അത് ഒഴിവാക്കാനായിട്ടാണ് പേപ്പർ വെക്കാമെന്ന് പറഞ്ഞത്. ഇനിയും ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പഞ്ചസാരയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ മാറ്റി ഇതുപോലെ കവറിനകത്ത് തന്നെ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുമായിരിക്കും സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ആ മുറിച്ചെടുത്ത ഭാഗത്ത് ഇത് ക്ലിപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ആ ക്ലിപ്പ് ആ പാക്കറ്റിന് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ആ പാക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രം കോണ് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കോണ് ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കവറിനകത്ത് നമ്മൾ ഒട്ടുമേ എയർ ഇല്ലാതെ തന്നെ എടുക്കണം. വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് തന്നെയാണ്. അവിടെ എനിക്ക് എയർ ടൈറ്റായിട്ട് തന്നെ ആ പാക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ ബാക്കി വന്ന സാധനങ്ങൾ നമ്മൾ ആ പാക്കറ്റിൽ തന്നെ നമ്മൾ ക്ലിപ്പിട്ട് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ആ പാക്കറ്റിൽ നോക്കിയാൽ മതി. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയാൽ അത് അറിയാനും പറ്റും. ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. രണ്ടാമത്തെ ടിപ്പ്, ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്കക്കുരുവൊക്കെ ധാരാളം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ചക്കക്കുരു എടുത്ത് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ വർഷങ്ങളോളം ഒട്ടും അഴുക്കാകാതെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാമെന്ന് നോക്കാം. ഫ്രഷായിട്ടുള്ള ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചക്കക്കുരു ഓപ്പണായിട്ട് ഒരു പേപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിൽ ഒട്ടുമേ വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത്. ചക്ക നമ്മൾ മുറിക്കുന്ന സമയത്ത് ചക്കക്കുരുവൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, അത് മാറ്റണം. അതേപോലെ ചില ചക്കക്കുരുവൊക്കെ പെട്ടെന്ന് അഴുക്കാവും, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പെട്ടെന്ന് മാറ്റണം. നല്ല ഫ്രഷായിട്ട് നല്ല വിളഞ്ഞ നല്ല ചക്കക്കുരു ആയിരിക്കണം ഇതുപോലെ എടുത്തു വെക്കേണ്ടത്. അങ്ങനെ എടുത്തിരിക്കുന്ന ചക്കക്കുരുവാണ് നമുക്ക് ഇതുപോലുള്ള കവറിനകത്ത് ആക്കി നമുക്ക് എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന രീതിയിലായിരിക്കണം, പാക്കറ്റായിട്ടായിരിക്കണം നമ്മൾ ഇതുപോലുള്ള പോളിത്തീൻ ബാഗിനകത്ത് എടുത്തു വെക്കേണ്ടത്. ഒരു പ്രാവശ്യത്തേക്ക് എത്ര ചക്കക്കുരു വേണം ആ അളവിലായിരിക്കണം ഓരോ പാക്കറ്റിലും ഇതുപോലെ ചക്കക്കുരു ഇട്ട് കൊടുത്ത് എയർ ടൈറ്റായിട്ട് കെട്ടി എടുത്ത് വെക്കേണ്ടത്. അങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുന്ന രീതിയിൽ നമ്മൾ ആ പാക്കറ്റ് അറേഞ്ച് ചെയ്ത് വെക്കണം.
അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിനകത്ത് എയർ കയറിയിട്ട് അത് പെട്ടെന്ന് പൂപ്പലും ഒക്കെ അഴുക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അത് അഴുക്കാകാതെ കുറേ നാൾ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓരോ പാക്കറ്റും എടുത്ത് ഒരു മൺകലത്തിൽ ഇട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് മൂടി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നത് ഈർപ്പം ഒട്ടുമേ അടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് കൊണ്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഈ ചക്കക്കുരു നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ആ പാക്കറ്റിൽ നമ്മൾ കെട്ടിയിട്ടുണ്ടാവും, ആ കെട്ടങ്ങ് മുറുകിപ്പോവും. അത് കഴിഞ്ഞിട്ട് അത് ഊരിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആ വെളിയിലോട്ട് കിടക്കുന്ന ആ തുമ്പാണ് നമ്മൾ ടൈറ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ടൊന്ന് പുഷ് ചെയ്യണം. അപ്പോൾ അത് ഒന്ന് ലൂസായി വരുന്നതായിട്ട് കാണാം. അന്നേരം നമുക്കത് രണ്ട് സൈഡിൽ നിന്ന് അത് ഊരിയെടുക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അടുത്ത നാലാമത്തെ ടിപ്പ്, ഇത് സാധനം മേടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ബാഗ് പോലിരിക്കുന്ന ഒരു നെറ്റ് പോലുള്ള ഒരു ബാഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മളിത് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി ഒരു ടിപ്പ് തന്നെയുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രബ്ബർ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ കിടക്കുന്ന സൈഡൊക്കെ ഒന്ന് മടക്കി ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള ആ നെറ്റിൻ്റെ പോർഷൻ എല്ലാം ഒന്ന് കവർ ചെയ്ത് ആ സ്പഞ്ചിൽ കവർ ചെയ്ത് മടക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ മടക്കി എടുക്കുമ്പം ആ സ്പഞ്ചാണേൽ ഇനി അത് വെളിയിലോട്ട് പോകില്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വെളിയിലോട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മടക്കി എടുക്കുന്ന ആ സൈഡ് ഒന്നുകിൽ നമുക്ക് സൂചി നൂല് വഴിച്ച് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ കാണിക്കുന്ന പോലെ തേച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചു. എന്നിട്ട് ആ സ്പഞ്ചിൻ്റെ നെറ്റ് പോർഷൻ ആ എക്സ്ട്രാക്ട് കിടക്കുന്ന വെളിയിട്ടിരിക്കുന്ന നെറ്റ് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ആ നെറ്റാണെങ്കിൽ ഉരുകി എല്ലാം കൂടെ ഒന്ന് സ്റ്റിക്കായിരുന്നോളും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബ്ബർ നമ്മൾ ഉപയോഗിച്ച് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേന് ആ സ്ക്രബ്ബറിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ടു പോവുകയൊക്കെ ചെയ്യും. ആ സ്പഞ്ചും ആ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറിൻ്റെ ആ ഗ്രീനായിട്ടുള്ള പാർട്ടിൽ നിന്നൊക്കെ വിട്ടു പോകുന്നതായിട്ട് ഇളകി പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമുക്ക് 1-2 മാസത്തേന് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് ഒരു മാസത്തേനായിരിക്കും ഇത് സ്ക്രബ്ബർ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ രീതി ചെയ്യുവാണ് നമുക്ക് 6 മാസത്തേക്ക് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് മണി സേവിങ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.